അപ്പോൾ മക്കളെ ഇനി നമുക്ക് നോക്കാനുള്ളത് മൊഡ്യൂൾ 5 ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസിലെ പ്രോബ്ലമാണ്. അപ്പോൾ നിങ്ങൾ ഓർമ്മയുണ്ടായിരിക്കും ആ 6 പ്രൊസീജിയറാണ് ഇവിടെ കൃത്യമായിട്ട് ഓർക്കേണ്ടത്. അതൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് പറയാം, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് മെൻഷൻ ചെയ്ത് പോകുന്നതുകൊണ്ട് തെറ്റില്ലാന്ന് തോന്നുന്നു അല്ലേ. ഓക്കെ, ഇതാ നോക്കൂ, പ്രൊസീജിയർ എന്തിൻ്റെ പ്രൊസീജിയറാണ്? ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസിൻ്റെ പ്രൊസീജിയറാണ്. പ്രൊസീജിയർ ഫോർ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ്. ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നൾ ഹൈപ്പോത്തസിസും ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസും ഉണ്ടാക്കുക. നൾ ഹൈപ്പോത്തസിസ്. പിന്നെ രണ്ടാമത് നൾ ഹൈപ്പോത്തസിസ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന H0 എന്നാണ്. H0 നമ്മളെങ്ങനെ റെപ്രസെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ H0 നമ്മളെങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടിരുന്നത്? H0 മ്യൂ ഈക്വൽ ടു മ്യൂ നോട്ട് എന്നാണ്. പിന്നെ എന്താണ്? ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. അത് H1 അത് മ്യൂ നോട്ട് ഈക്വൽ ടു മ്യൂ നോട്ട് എന്നാവാം. ഇങ്ങനെ വരുമ്പോഴാണ് മക്കളെ നമ്മൾ ടു ടെയിൽ എന്ന് ക്വസ്റ്റ്യനിൽ അത് പറയും. അതിന് കൃത്യമായിട്ടങ്ങ് എഴുതിയാൽ മതി. ഓക്കെ, ഇനി മ്യൂ ലെസ് ദാൻ മ്യൂ നോട്ട് വരാം. മ്യൂ ലെസ് ദാൻ മ്യൂ നോട്ട് വരാം. അന്നേരമാണ് നമ്മൾ എന്ത് പറയുക അതിന്? ലെഫ്റ്റ് വൺ ടെയിൽ. ഇനി മ്യൂ ഗ്രേറ്റർ ദാൻ മ്യൂ നോട്ട് വരാം. അതിനെയാണ് നമ്മൾ റൈറ്റ് വൺ ടെയിൽ എന്ന് പറയുക. അതായത് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നൾ ഹൈപ്പോത്തസിസ് ഉണ്ടാക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പിൻ്റെ ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസ് ഉണ്ടാക്കുക. മൂന്നാമത്തെ ഫൈൻഡ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ ഏത് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷനാണ് ഫോളോ ചെയ്യേണ്ടതെന്ന് വ്യക്തമാക്കുക. ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അപ്പോൾ അവിടെ തന്നെ പറയേണ്ട 2-3 കാര്യങ്ങളുണ്ട്. സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ വരുമ്പോൾ നമുക്ക് 2 ഫോളോ ചെയ്യാൻ പറ്റും. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ ടി ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യാം. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യണമെങ്കിൽ എങ്ങനെയായിരിക്കും? n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 30 ആയിരിക്കണം. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നമ്മൾ z ഈസ് ഈക്വൽ ടു x ബാർ സാമ്പിൾ മീൻ മൈനസ് മ്യൂ നോട്ട് ക്വസ്റ്റ്യന് തരും ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ. ഓക്കെ, ഇനി ടി ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലോ എപ്പോഴാണ് ടി ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യേണ്ടത്? n ഗ്രേറ്റർ ദാൻ 30 ആൻഡ് സിഗ്മ അൺനോൺ. സിഗ്മ ക്വസ്റ്റ്യന് തന്നിട്ടില്ല. സിഗ്മ എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ മീൻ ആണ് കേട്ടോ. ഇനി അങ്ങനെ വരുമ്പോൾ ടി ഈസ് ഈക്വൽ ടു എക്വേഷനൊക്കെ പഴയ പോലെ തന്നെ എക്സ് ബാർ മൈനസ് മ്യൂ നോട്ട് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ. ഇവിടെ ഒരു കാര്യം പറയേണ്ടതുണ്ട്. ഇവിടെ നമുക്ക് അറിയാൻ മേലാത്ത കാര്യങ്ങൾ എന്താണ്? അറിയാൻ മേലാത്ത സ്റ്റാൻഡേർഡ് എററാണ്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ ആവശ്യമുള്ള കാര്യങ്ങൾ ക്വസ്റ്റ്യന് തരും. അതായത് സ്റ്റാൻഡേർഡ് എറർ ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ √n. എപ്പോഴാണ്? ഇഫ് സിഗ്മ ഈസ് ഗിവൺ. ഇനി സ്റ്റാൻഡേർഡ് എറർ ഈസ് ഈക്വൽ ടു എസ് ബൈ √n ഇഫ് സിഗ്മ ഈസ് നോട്ട് ഗിവൺ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് മൂന്നാമത്തെ സ്റ്റെപ്പിൽ വരുന്നത്. ഇനി നാലാമത്തെ സ്റ്റെപ്പിൽ എന്താണ് വരുന്നത് നോക്കാം. നാലാമത്തെ സ്റ്റെപ്പിൽ വരുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേക്ക് സിഗ്നിഫിക്കൻസ് ലെവൽ ക്വസ്റ്റ്യനിൽ നിന്നും അത് മനസ്സിലാക്കുക. അതായത് ആൽഫ ഈക്വൽ ടു എത്രയാണെന്നുള്ളത് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ആൽഫ ഈക്വൽ ടു എത്രയാണെന്ന് മനസ്സിലാവും. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ആൽഫ ഈക്വൽ ടു എന്തെടുത്തോണം? 5% എന്ന് എടുത്തോണം. ഓക്കെ ആണല്ലോ. ഇനി അതിന് ശേഷം ഞാൻ പറഞ്ഞാൽ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ടേബിൾ വാല്യൂസ് ഇല്ല. ടേബിൾ വാല്യൂസ് പഠിക്കുക. ടേബിൾ വാല്യൂസ് കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യുക? കാൽക്കുലേറ്റഡ് വാല്യൂ കണ്ടുപിടിക്കുക. കാൽക്കുലേറ്റഡ് വാല്യൂ ലെസ് ദാൻ ടേബിൾ വാല്യൂ ആണോ നോക്കുക. ഓക്കെ, ഇതെപ്പോഴും എന്താണ്? ഇത് രണ്ടും ഇറസ്പെക്റ്റീവ് ഓഫ് സൈൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആക്സെപ്റ്റ് H0, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? റിജക്റ്റ്. അതർവൈസ് റിജക്റ്റ് H0. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പ്രോസസ്സ് എന്ന് പറയുന്നത്. നമ്മളപ്പോൾ ഫോളോ ചെയ്യുന്നത് ഏത് പ്രോബ്ലത്തിനും ഫോളോ ചെയ്യുന്നത് ഈ സ്റ്റെപ്പുകളായിരിക്കും. ഈ സ്റ്റെപ്പ് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക. എ കമ്പനി മാനുഫാക്ചറിങ് ടയർ ക്ലെയിംസ് ദാറ്റ് ഇറ്റ്സ് ഡീലക്സ് ടയർ ആവറേജസ് അറ്റ് 50,000 മൈൽസ് ബിഫോർ ഇറ്റ് നീഡ് ടു റീപ്ലേസ്ഡ്. അത് പ്രീമിയം ടയറുകൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനി അവകാശപ്പെടുന്നു അവരുടെ ടയർ ഏറ്റവും കുറഞ്ഞത് 50,000 കിലോമീറ്ററെങ്കിലും ഓടും അടുത്ത റീപ്ലേസിന് മുന്നേ, അത് മാറ്റിയിടുന്നതിന് മുമ്പായിട്ട്. അത് ടയർ മാറ്റേണ്ട സമയത്തിന് മുമ്പ് ആയിട്ട് മിനിമം ഏറ്റവും കുറഞ്ഞത് ആവറേജ് മിനിമം 50,000 കിലോമീറ്ററെങ്കിലും ഓടുന്നത്. അപ്പോൾ ഇതൊരു പോപ്പുലേഷൻ മീനാണല്ലോ തന്നിരിക്കുന്നത്. മ്യൂ നോട്ട് ആണ് തന്നിരിക്കുന്നത്. അത് നമുക്ക് കുഴപ്പമില്ല, നമുക്ക് ആ കാര്യം ഒന്ന് മനസ്സിലാക്കാതെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാം. മ്യൂ നോട്ട് ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. ഇനി ഫ്രം ദ പാസ്റ്റ് സ്റ്റഡീസ് ഓഫ് ദിസ് ടയർ
ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് നോൺ ആസ് 8000. മുമ്പേ നടത്തിയ പഠനങ്ങളിൽ നിന്ന് ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണെന്ന് 8000 ആണെന്നറിയാം. അപ്പോൾ സിഗ്മ തന്നിട്ടുണ്ട്. എ സർവേ ഓഫ് ഓണേഴ്സ് ഓഫ് ദാറ്റ് ടയർ ഡിസൈൻ ഈസ് കണ്ടക്റ്റഡ്. ഇനി ഈ ടയർ a survey of owners of that tire design is conducted. അതായത് ഈ ടയറുമായിട്ട് അസോസിയേറ്റഡ് ഓണേഴ്സിൻ്റെ ഇടയിൽ ഒരു സർവേ കണ്ടക്ട് ചെയ്തു. അവിടെ നിന്ന് മനസ്സിലാക്കി വരും ഫ്രം ദ 38 ടയേഴ്സ് സർവേഡ് 38 ടയറുകൾ എടുത്ത് സർവേ ചെയ്തപ്പോൾ ദ മീൻ ലൈഫ് സ്പാൻ വാസ് 46,500. 38 ടയർ എടുത്ത് പഠിച്ചപ്പോൾ അവയുടെ മീൻ ലൈഫ് ആവറേജ് ലൈഫ് റീപ്ലേസ് ചെയ്യുന്നതിന് മുമ്പ് അവ ഓടിയ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 46,500 കിലോമീറ്റർ ആണ് കണ്ടത്. വിത്ത് എ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് 9,800 മൈൽസ്. യൂസ് ദ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻറ്റ് 5%. ടെസ്റ്റ് വെദർ ദ ഡേറ്റ ഈസ് ഹൈലി ഇൻകൺസിസ്റ്റൻറ്റ് വിത്ത് ദ ക്ലെയിം. അതായത് ഈ പറഞ്ഞ സാമ്പിളിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 5% ഓഫ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ലെവലിൽ ഈ മേൽ പറഞ്ഞിരിക്കുന്ന ഈ പ്രസ്താവന കമ്പനി മാനുഫാക്ചറിംഗ് ടയർ ക്ലെയിംസ് ദാറ്റ് ഇറ്റ് എക്സ്ട്രാ ആവറേജ് അറ്റ്ലീസ്റ്റ് 50,000 മൈൽസ് ബിഫോർ ഇറ്റ് ടു ബി റീപ്ലേസ്ഡ് എന്നുള്ള പ്രസ്താവന കൺസിസ്റ്റൻ്റ് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുക. വളരെ നല്ലൊരു ക്വസ്റ്റ്യനും സിമ്പിളൊരു ക്വസ്റ്റ്യനുമാണ്. നമുക്ക് തുടക്കത്തിലാണ് തന്നിരിക്കുന്നത് മ്യൂ നോട്ട് ആണെന്നുള്ളത് ഞാൻ പറഞ്ഞു. മ്യൂ നോട്ട് 50,000 തന്നിട്ടുണ്ട്. ഇനി സിഗ്മ ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട് 8,000. ഇനി അടുത്തത് നമ്മൾ സാമ്പിൾ എടുത്തല്ലോ, സാമ്പിളിൻ്റെ സൈസ് എന്താണ്? n = 38 തന്നിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ മീനാണ് എക്സ് ബാർ എന്ന് തന്നിരിക്കുന്നത് 46,500 എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് 9800 എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ടെസ്റ്റ് പ്രൊസീജിയറിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്തുണ്ടാക്കണം? നൾ ഹൈപ്പോത്തസിസ് ഉണ്ടാക്കണം. നൾ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ മ്യൂ = മ്യൂ നോട്ട് ആണ്. ദാറ്റ് ഈസ് മ്യൂ = 50,000 എന്നുള്ളതാണ് എന്ത് നൾ ഹൈപ്പോത്തസിസ്. ഇത് ഉദ്ദേശിക്കുന്നത് അറ്റ്ലീസ്റ്റ് 50,000 ആണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്നത്. അത് നമ്മൾ അങ്ങനെ വരുമ്പോൾ <= എന്നല്ലേ വരുന്നത്. അത് അങ്ങനെ വേണ്ട. നൾ ഹൈപ്പോത്തസിസ് എപ്പോഴും = വരുന്ന രീതിയിൽ എന്നുള്ള അങ്ങ് ചിന്തിച്ച് ഫിക്സ് ചെയ്ത് എടുത്താൽ മതി. അത് പ്രശ്നമുള്ള കേസൊന്നുമല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് 50,000 ആകുമ്പോൾ എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ അല്ല, അറ്റ്ലീസ്റ്റ് ഏറ്റവും കുറഞ്ഞ. അപ്പം ഇത് ഉദ്ദേശിക്കുന്ന ലൈഫ് സ്പാൻ 50,000 അതിന് മുകളിലേക്കോ ആണെന്നുള്ളത്. അപ്പം അതിൻ്റെ ആൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസ് എങ്ങനെ വരും? ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസ് കൃത്യമായിട്ട് എഴുതണം. അപ്പം മ്യൂ ഗ്രേറ്റർ ദാൻ എന്നല്ല. കാരണം നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്ന പ്രീമിയം ടയറിൻ്റെ ലൈഫ് സ്പാൻ അറ്റ്ലീസ്റ്റ് 50,000 ആണ് കമ്പനി പറയുന്നത്. അപ്പോൾ 50,000 മുതൽ മേളിലേക്ക് അങ്ങോട്ട് മേളിലും പോകും. അതാണ് നൾ ഹൈപ്പോത്തസിസിൻ്റെ കീഴിൽ വരുന്നത്. അപ്പം ഓൾട്ടർനേറ്റ് എന്ന് പറയുമ്പോൾ അതിനെക്കാട്ടിലും അതിൻ്റെ ഓപ്പോസിറ്റ്. അപ്പം മ്യൂ <50,000 എന്നുള്ളതാണ് ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസ്. അപ്പോൾ അത്രയും എഴുതാൻ സാധിച്ചു. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? മൂന്നാമത്തെ സ്റ്റെപ്പിൽ സാമ്പിൾ എഴുതാം. n = 38. അത് ഗ്രേറ്റർ ദാൻ 30 അല്ലേ? therefore സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഈക്വൽ ടു ഏത് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. അതും ക്ലിയർ ആയി. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ Z = എന്തായിരിക്കും? എക്സ് ബാർ മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ ആയിരിക്കുമല്ലോ. ഇവിടെ മക്കളെ സ്റ്റാൻഡേർഡ് എറർ നമുക്കറിയണം. സ്റ്റാൻഡേർഡ് എറർ നമുക്കറിയാവോ? നമുക്ക് സിഗ്മ തന്നിട്ടുണ്ട്. അപ്പോൾ സ്റ്റാൻഡേർഡ് എറർ എന്താണ്? സിഗ്മ ബൈ √10 ദാറ്റ് ഈസ് ഈക്വൽ ടു 8,000 ബൈ √38. ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടും എന്നുള്ളത് നമ്മൾ നോക്കാം. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ നമുക്ക് 1297.77 ഉണ്ടെന്ന് കാൽക്കുലേറ്ററിൽ കിട്ടും. ഇനി എക്സ് ബാറിൻ്റെ എന്താണ്? സാമ്പിൾ മീനല്ലേ? 46,500 മൈനസ് 550,000 ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ എന്താ കിട്ടിയ? 1297.771 വിച്ച് ഈസ് ഈക്വൽ ടു. ഇത് ചെയ്യുമ്പോൾ ആൻസർ എത്രയാണ് കിട്ടുന്നതെന്ന് നിങ്ങൾ കാൽക്കുലേറ്ററിൽ ഒന്ന് അടിച്ചു നോക്കുക. അപ്പോൾ കൃത്യമായിട്ട് ആൻസർ നമുക്ക് വരാൻ പോകുന്നത് എന്തായിരിക്കും? -2.70 എന്ന് കിട്ടും. ഓക്കെ, ഇത് അപ്രോക്സിമേറ്റ് ആൻസറാണ്. ചിലർക്ക് നിങ്ങൾക്ക് പല രീതിയിൽ ചെയ്യുമ്പോൾ പലതായിരിക്കും കിട്ടുന്നത്. എന്ന് വെച്ചാൽ ഈ വാല്യൂവിന് തൊട്ടടുത്ത് ചേർന്ന് നിൽക്കണം കേട്ടോ. ഓക്കെ, ഇനി അടുത്തപ്പോൾ നമുക്ക് അത് കിട്ടി. ഇസഡിൻ്റെ വാല്യൂ കിട്ടി. ഇതാണ് നമ്മുടെ കാൽക്കുലേറ്റഡ് വാല്യൂ. ഇതാണ് നമ്മുടെ കാൽക്കുലേറ്റഡ് വാല്യൂ. ഇവിടെ കാൽക്കുലേറ്റഡ് വാല്യൂ ആയിട്ട് നമ്മൾ എടുക്കേണ്ടത് എന്താണ്? ഇതാണ് നമ്മുടെ ഇസഡിൻ്റെ വാല്യൂ. അപ്പോൾ കാൽക്കുലേറ്റഡ് വാല്യൂ നമ്മൾ പറഞ്ഞെടുക്കേണ്ടത് 2.70 എന്ന് മാത്രമാണ്. നെഗറ്റീവ് സൈൻ ഇഗ്നോർ ചെയ്യണം. ഓക്കെ, ഇത് നമ്മുടെ 6ാമത്തെ സ്റ്റെപ്പിലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഓക്കെ, ഫോർത്ത് സ്റ്റെപ്പിൽ എന്താണ്? ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എത്ര തന്നിട്ടുണ്ട്? 5%, അതായത് 0.05. ഓക്കെ ആണല്ലോ.
അതെവിടെയാണ് വരുന്നത്, ഇത് 2 ടൈലാണോ 1 ടൈലാണോ എന്ന് മനസ്സിലാക്കണം. അത് ആൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസ് നോക്കിയിട്ടാണ് നമ്മൾ മനസ്സിലാക്കുക. ആൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസ് എടുക്കുമ്പോൾ എങ്ങനെയാണ്, മ്യൂ ലെസ് ദാൻ 50,000. മ്യൂ ലെസ് ദാൻ 50,000 എന്ന് പറയുമ്പോൾ നമ്മുടെ മ്യൂ എവിടെയായിരിക്കും, എപ്പോഴും ഇവിടെ ആയിരിക്കും. മ്യൂ ലെസ് ദാൻ 50,000 എന്ന് പറയുമ്പോൾ ഈ നമ്മുടെ ആൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിൻ്റെ ക്രിട്ടിക്കൽ റീജിയൻ വരുന്നത് എവിടെയായിരിക്കും, ഇവിടെ ആയിരിക്കും. ഇതായിരിക്കും 0.05 എന്ന് വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും എടുക്കാം, ഇവിടെ നിന്ന് നമുക്ക് എന്തായാലും എടുക്കാം -z ആൽഫ എന്നുള്ള കണ്ടുപിടിക്കാം. അപ്പോൾ -z ആൽഫ ഈക്വൽ ടു എത്ര വരും, 0.05 കറസ്പോണ്ട് ഈ ഏരിയ വരുന്ന വാല്യൂ എത്രയാണെന്ന് നമ്മൾ നോക്കിയാൽ മതി. ഈ ഏരിയ വരുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു കാര്യം അറിയാം, എന്താ ഈ വാല്യൂ ടേബിൾ വാല്യൂവിന് കാണാപ്പാടം പഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടല്ലേ, 5% സിഗ്നിഫിക്കൻ്റ് ആകുമ്പോൾ z ആൽഫയുടെ വാല്യൂ എന്തായിരിക്കും, അതങ്ങനെ പഠിച്ചാലും മതി, സമയം കളയാതിരിക്കുക. ഇത് കണ്ടുപിടിക്കുന്ന ഈ വാല്യൂ എഴുതുന്ന മാർക്കുള്ളൂ, ഇത് കണ്ടുപിടിക്കുന്നതിന് ഒരു കൺസിഡറേഷനും ഇല്ല. അപ്പോൾ ഈ വാല്യൂ നിങ്ങൾ എഴുതിയാൽ മതി. അപ്പോൾ ഇവിടെ ടേബിൾ വാല്യൂ ആയിട്ട് -z ആൽഫ ഈക്വൽ ടു -1.645. അപ്പോൾ ടേബിൾ വാല്യൂ എന്ന് പറഞ്ഞാൽ എടുക്കേണ്ട എന്താണ്, കറസ്പോണ്ടിങ് പോസിറ്റീവ് വാല്യൂ മാത്രമേ എടുക്കാവുള്ളൂ മക്കളെ. വീണ്ടും ഞാൻ പറയുന്നു, ടേബിൾ വാല്യൂ ആൻഡ് കാൽക്കുലേറ്റഡ് വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, നമുക്ക് കിട്ടുന്ന വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് പോസിറ്റീവ് വാല്യൂ, രണ്ടും പോസിറ്റീവ് വാല്യൂ ആയിട്ട് മാത്രമേ എടുക്കാവുള്ളൂ. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് അഞ്ചാമത്തെ സ്റ്റെപ്പിലേക്ക് പോവാം. ടേബിൾ വാല്യൂ, കാൽക്കുലേറ്റഡ് വാല്യൂ എത്രയാണെന്ന് നമുക്കറിയാം, എന്താണ് 2.70 ആണ് അല്ലേ. ഇനി ടേബിൾ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 1.645. ഇപ്പോൾ നമ്മൾ എഴുതുവാണെങ്കിൽ 2.70 1.645 ഗ്രേറ്റർ ദാൻ അല്ലേ. അതായത് കാൽക്കുലേറ്റഡ് വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ ടേബിൾ വാല്യൂ. ദെയർഫോർ എന്ത് ചെയ്യണം, റിജക്റ്റ് H0. അതായത് ആ കമ്പനിയുടെ പ്രസ്താവന എന്താണ്, തെറ്റാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതാണ് ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ മക്കളെ. ദ റെക്കമെൻഡഡ് ഡെയിലി അലവൻസ് ഓഫ് അയൺ ഫോർ ഫീമെയിൽസ് ഏജ്ഡ് 90 to 50 ഈസ് 18 milligram per day. അതായത് എന്താണ്, 19 മുതൽ 50 വരെ വയസ്സ് പ്രായമുള്ള സ്ത്രീകൾക്ക് അയൺ ഇൻടേക്ക് ഡെയിലി അലവൻസ് എന്ന് പറയുന്നത് 18 milligram per day ആണ്. എ കെയർഫുൾ മെഷർമെൻറ്റ് ഓഫ് ഡെയിലി അയൺ ഇൻടേക്ക് ഓഫ് 15 women yielded a mean daily intake of 16.2 milligram with the sample standard deviation 4.7 milligram. 15 പേരിൽ നടത്തിയ ഒരു പഠനത്തിൽ നിന്ന് മനസ്സിലാക്കി അവരിൽ മീൻ ഡെയിലി ഇൻടേക്ക് ഓഫ് അയൺ എന്ന് പറയുന്നത് 16.2 milligram അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 4.7 milligram ആണ്. അങ്ങനെയാണെങ്കിൽ അസ്യൂമിങ് ദാറ്റ് ദ ഡെയിലി അയൺ ഇൻടേക്ക് ഇൻ വുമൺ ഈസ് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ്, perform the test that actual mean daily intake for all women is different from 18 milligram per day at 10% significant level. ചോദ്യം ഒന്നുകൂടി, assuming that the daily iron intake of women is normally distributed. അപ്പം നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് വിചാരിച്ചുകൊണ്ട് പെർഫോം ദ ടെസ്റ്റ് ചെയ്ത് നോക്കൂ. എന്താണ്, ദാറ്റ് ദ ആക്ച്വൽ മീൻ ഡെയിലി ഇൻടേക്ക് ഓഫ് അയൺ ഫോർ ഓൾ വുമൺ ഈസ് ഡിഫറൻറ്റ് ഫ്രം 18 milligram. ഈ പറഞ്ഞിരിക്കുന്ന 18 milligram എന്ന് വ്യത്യസ്തമാണ് എന്നുള്ള ആ പ്രസ്താവന 10% സിഗ്നിഫിക്കൻസ് ലെവലിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം നമ്മൾ സൊല്യൂഷനിലേക്ക് വരുമ്പോൾ നമ്മുടെ നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് എന്താണ്, നൾ ഹൈപ്പോത്തസിസ്. ഓക്കെ, നൾ ഹൈപ്പോത്തസിസ് അല്ലെങ്കിൽ തന്നിരിക്കുന്ന കാര്യങ്ങളൊന്ന് മെൻഷൻ ചെയ്തിട്ട് നൾ ഹൈപ്പോത്തസിസിലേക്ക് വരാം. ഓക്കെ, നമുക്കിവിടെ തന്നിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കുക നമുക്ക് മക്കളെ. മ്യൂ നോട്ട് ഈസ് ഈക്വൽ ടു 18 എന്ന് തന്നിട്ടുണ്ട്. അത് പോപ്പുലേഷൻ മീൻ അല്ലേ, അതായത് അവിടെ മൊത്തത്തിൽ ആ എല്ലാ വുമണിൻ്റെ കേസിലുള്ള അല്ലേ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് 18 milligram എന്നാണ്. അപ്പോൾ ഇതെന്താണ്, മ്യൂ നോട്ടാണ് മൊത്തത്തിൽ. ഇത് റെക്കമെൻഡ് ഡെയിലി ഫോർ ഫീമെയിൽസ് ഫ്രം 90 to 50. അപ്പോൾ ആ പോപ്പുലേഷൻ മീനാണ് എന്തെന്ന് പറയുന്നത് 18 എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി സാമ്പിൾ എടുത്തിരിക്കുന്നത് 15 women അല്ലേ ഇത് പഠിച്ച്, അപ്പോൾ n ഈക്വൽ ടു 15. അവരിൽ മീൻ ഇൻടേക്ക് എത്രയാണെന്ന് കണ്ടത് 16.2. ഓക്കെ, ഇനി അവരുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാണെന്ന് കിട്ടിയ സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 4.7 കിട്ടി. ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാമല്ലോ. നമുക്കിവിടെ ടെസ്റ്റ് ചെയ്യേണ്ട എന്താണ്, ദ ആക്ച്വൽ മീൻ ഡെയിലി ഇൻടേക്ക് ഫോർ ഓൾ വുമൺ ഈസ് ഡിഫറൻറ്റ് ഫ്രം 18 milligram. ഓക്കെ, അപ്പോൾ നമ്മുടെ നൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് നമ്മൾ എന്തായിട്ട് എടുത്തു, മ്യൂ ഈക്വൽ ടു മ്യൂ നോട്ട്, ദാറ്റ് ഇസ് മ്യൂ ഈക്വൽ ടു 18 ആണെന്നുള്ളത് എടുത്തു. ഓക്കെ ആണല്ലോ. ഇനി ഇത് റിജക്റ്റ് ചെയ്യണോ അക്സെപ്റ്റ് ചെയ്യണമെന്നാണ് നമുക്ക് അറിയേണ്ടത്. ഇനി നമ്മൾ അപ്പോൾ ഒന്നാമത്തെ കാര്യം എഴുതി. ഇനി ഇതിൻ്റെ ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസ്
നൾ ഹൈപ്പോത്തസിസ് H0 എന്ന് പറയുന്നത്. ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസ് H1 എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ? mu not equal to 18. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഇത് എന്തായി? ഇത് ടു ടെയിലാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് പറഞ്ഞിട്ടുണ്ട്, എന്നാലും നിങ്ങൾ നോക്കുക n equal to 15 less than 30 ആകുമ്പോൾ എന്താണ്? നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. അതോടൊപ്പം തന്നെ assuming that the iron okay സോറി ഇവിടെ സ്മോൾ സാമ്പിൾ അല്ലേ, സ്മോൾ സാമ്പിൾ ആകുമ്പോൾ നമുക്ക് എപ്പോഴും എളുപ്പം എന്താണ്? ടി ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ n equal to 50 നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നോർമൽ ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസ്യൂമിങ് ദ ഡെയിലി ഇൻടേക്ക് ഇൻ വുമൺ ഈസ് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ്, പെർഫോം ദ ടെസ്റ്റ് ദാറ്റ് ആക്ച്വലി മീൻ ഇൻടേക്ക് ഫോർ ഓൾ വുമൺ ഈസ് ഡിഫറൻറ്റ് ഫ്രം 18 milligram per day എന്നാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഈ മീനിൻ്റെ കേസിലാണ് മൊത്തത്തിൽ, അതായത് ടോട്ടൽ പോപ്പുലേഷൻ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണെന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ സാമ്പിളിൻ്റെ കേസിൽ നമ്മളത് എടുത്ത് ചെയ്യണം. നിങ്ങൾ അതിനെപ്പറ്റി ഒന്നും ബോദർ ചെയ്യേണ്ട. n equal to 15 ആണെങ്കിൽ ലെസ് ദാൻ 30 ആണല്ലോ. അപ്പം ഇനി ആൻഡ് സിഗ്മ തന്നിട്ടുണ്ടോ? സിഗ്മ തന്നിട്ടില്ലല്ലോ, അൺനോൺ അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ടി ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്തിരിക്കണം. ടി ടെസ്റ്റ് ആണ് ഫോളോ ചെയ്യുന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ സ്റ്റാൻഡേർഡ് എറർ ടി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? എക്സ് ബാർ മൈനസ് മ്യൂ നോട്ട് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ ആയിരിക്കും. ഇവിടെ സ്റ്റാൻഡേർഡ് എറർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സിഗ്മ തന്നിട്ടില്ലെങ്കിൽ എസ് ബൈ റൂട്ട് എന്നാണ് നിങ്ങൾക്ക് അറിയാം, വിച്ച് ഈസ് ഈക്വൽ ടു 4.7 ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 15 ആണ്. ഓക്കെ ആണല്ലോ. ശരി, ഇനി നമുക്ക് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്ര വരും മക്കളെ? ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.2135 എന്ന് വരും. അപ്പോൾ ടി ഈസ് ഈക്വൽ ടു എക്സ് ബാർ മൈനസ് മ്യൂ അല്ലേ. എക്സ് ബാർ മൈനസ് മ്യൂ എന്ന് വരുമ്പോൾ എന്ത് വരും? 16.2 മൈനസ് 18 ഹോൾ ഡിവൈഡഡ് ബൈ 1.2135 എന്ന് വരും. അത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും -1.483 എന്ന് കിട്ടും. ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് എന്തെഴുതാൻ പറ്റും? ഇതിൻ്റെ അകത്ത് ഞാൻ മറ്റൊരു കളർ വെച്ച് എഴുതുകയാണ്. കാൽക്കുലേറ്റഡ് വാല്യൂ, ശ്രദ്ധിക്കണേ, കാൽക്കുലേറ്റഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും മക്കളെ? 1.483 ആയിരിക്കും എന്നുള്ള കാര്യം നിങ്ങളുടെ മനസ്സിൽ കൃത്യമായിട്ട് വരട്ടെ. ഇനി നമുക്ക് മുമ്പോട്ട് പോകാം. ഇനി നമുക്ക് എന്താണ്? സിഗ്നിഫിക്കൻസ് ലെവൽ അല്ലേ. ഇപ്പോൾ നമ്മൾ എത്ര സ്റ്റെപ്പ് എഴുതി? നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പ് വരെ എത്തി അല്ലേ? 1, 2, 3. ഇനി അടുത്ത് നമുക്ക് എന്താണ് വേണ്ടത്? സിഗ്നിഫിക്കൻസ് ലെവൽ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതാണ് 10% ആണ്. ഓക്കെ, നമുക്ക് ആ ഗ്രാഫ് ഒന്ന് വരച്ച് നോക്കാം. ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഇത്? ടു ടൈൽഡ് ഗ്രാഫാണ് അല്ലേ. ടു ടൈൽഡ് ഗ്രാഫാണ്. അപ്പോൾ ഇസഡ് ആൽഫ മൈനസ് സെറാഫ ബൈ ടു എന്ന് വരും. അതായത് 10% ലെവലാകുമ്പോൾ ടു ടൈൽഡ് ടെസ്റ്റിനും ഇസഡ് ആൽഫ ബൈ ടുവിൻ്റെ വാല്യൂ എന്താണ് മക്കളെ? എന്താണ്? ടു ടൈൽഡ് ടെസ്റ്റിന് ഇസഡ് ആൽഫ ബൈ ടു എന്നുള്ളത് എന്താണ്? ഇതാ നോക്കൂ, 1.761 ആണ്. ഇവിടെ ഒരു മിസ്റ്റേക്ക് പറ്റി. ഇസഡ് ആൽഫ അല്ല, ടി ആൽഫ. അത് നമുക്ക് കണ്ടുപിടിക്കാൻ നോക്കാം. ഓക്കെ, ടി ആൽഫ. ഓക്കെ, അത് നോക്കൂ, ടി ആൽഫ ബൈ മൈനസ് ടി ആൽഫ ബൈ 2, ഇവിടെ പ്ലസ് ടി ആൽഫ ബൈ 2. അപ്പോൾ ഞാൻ പറയട്ടെ, ഈ രണ്ട് ഏരിയയും കൂടെ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നിങ്ങൾ നോക്കിക്കേ, ഈ രണ്ട് ഏരിയയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എന്താണ്? 0. ഇത് 10% 0.01 ആണ്. 0.01. അപ്പം ഈ ഇൻഡിവിജ്വൽ ഏരിയ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഈ ഇൻഡിവിജ്വൽ ഏരിയ എന്ന് പറയുന്നത് 10% 0.01 അല്ല, 0.1. ഓക്കെ, ഞാനിത് മൈൻഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് വരുന്നത്. നിങ്ങളത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് കിട്ടിക്കോളും കേട്ടോ. 10 ഡിവൈഡഡ് ബൈ 100 എന്ന് പറഞ്ഞാൽ 0.1 ആണ് വരുന്നത്. ഓക്കെ, അതിൻ്റെ ഹാഫ് എന്ന് പറയുമ്പോൾ ഇവിടെ 0.05 വരും. 0.05 വരും. അപ്പോൾ നമുക്ക് എന്തുണ്ട്? ടി ഡിസ്ട്രിബ്യൂഷനിൽ നമുക്കറിയാം ഈ ഏരിയ എന്നുള്ളത് എന്താണ്? ഈ ഏരിയ എന്നുള്ളത് 0.05 ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഇനി ഇവിടെ എന്താണ്? ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കൂടെ വേണ്ടേ? ഡിഗ്രീസ് ഓഫ് ഫ്രീഡം n-1 വിച്ച് ഈസ് ഈക്വൽ ടു 15 - 1 ഈസ് ഈക്വൽ ടു 14. അത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഈക്വൽ ടു 14ഉം പിന്നെ ഏരിയ ഈക്വൽ ടു 0.05. ഓക്കെ, നിങ്ങൾ നോക്കണം, ഇതെന്താണ്? ടു ടൈൽഡിൻ്റെ ആണ്. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? ഈ രണ്ട് വാല്യൂസ് അസോസിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ എങ്ങോട്ട് നോക്കണം? നമ്മുടെ ടി ടേബിളിൻ്റെ ഗ്രാഫിലേക്ക് നോക്കണം. അപ്പോൾ ഇതാ നോക്കൂ, ടി ടേബിളിൻ്റെ ഗ്രാഫിലേക്ക് നോക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? ഏരിയ ഈക്വൽ ടു 0.05. ഓക്കെ, 0.05 എന്ന് പറയുന്നത് ഇതല്ലേ. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്രയാണ് മക്കളെ? 14 ആണ്. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 14 ഉം ഏരിയ സിഗ്നിഫിക്കൻസ് ലെവൽ നിങ്ങൾ ഇതിൽ നോക്കുക. ഇതാണ് നമുക്ക് വേണ്ട സാധനം കേട്ടോ.
0.05. ടു ടൈൽഡ് ടെസ്റ്റ് ആകുമ്പോൾ 0.05 ആണ് ആ ഒരു സൈഡിലെ ഏരിയ. ഈ മേളിൽ എഴുതിയിരിക്കുന്നത് വൺ ടൈൽഡ് ടെസ്റ്റിൻ്റെ ആകുമ്പോൾ ഉള്ള കേസാണ് നിങ്ങൾ നോക്കണം. ടു ടൈൽഡ് വരുമ്പോൾ താഴെ, വൺ ടൈൽഡ് വരുമ്പോൾ മേളിൽ നോക്കണമെന്ന് വെച്ചാൽ മതി. അപ്പോൾ ഇത് എത്ര വരും? 14 അല്ല നോക്കണ്ടേ. അപ്പോൾ നോക്കൂ 1.761 എന്നുള്ളതായിരിക്കും എന്ത് T∝/2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ എന്ത് കിട്ടി നമുക്ക്? ഇത് രണ്ടും വെച്ചുകൊണ്ട് T∝/2 ഈസ് ഈക്വൽ ടു 1.761 എന്ന് കിട്ടി. അതായത് നമ്മുടെ കാൽക്കുലേറ്റഡ് ടേബിൾ വാല്യൂ ഈസ് ഈക്വൽ ടു എന്തെന്ന് പറയാം? 1.761. ഇനി നമുക്ക് എന്ത് നോക്കാം? നമുക്ക് സ്ഥിരം ചെയ്യുന്ന പോലെ കാൽക്കുലേറ്റഡ് വാല്യൂ ലെസ് ദാൻ ടേബിൾ വാല്യൂ ആണോ ഇല്ലയോ എന്ന് നോക്കാം. ഓക്കെ, കാൽക്കുലേറ്റഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് നമുക്ക് കിട്ടിയത് മക്കളെ? നമ്മൾ കാൽക്കുലേറ്റ് നമുക്ക് എത്ര കിട്ടിയത്? അതാ നോക്കൂ, 1.483. ടേബിൾ വാല്യൂ കിട്ടിയത് എത്രയാണ്? 1.761. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 1.483 ഈസ് ലെസ് ദാൻ 1.761 അല്ലേ? അതായത് കാൽക്കുലേറ്റഡ് വാല്യൂ ഈസ് ലെസ് ദാൻ ടേബിൾ വാല്യൂ ആണ്. ദാറ്റ് ഇംപ്ലൈസ് എന്ത് ചെയ്തോണം? ആക്സെപ്റ്റ് H നോട്ടിനെ അങ്ങ് അക്സെപ്റ്റ് ചെയ്തോണം. അതായത് മീൻ ഇൻടേക്ക് എന്നുള്ളത് ആ പ്രസ്താവന എന്താണ്? മീൻ ഇൻടേക്ക് ഓഫ് അയൺ ഈസ് 18 mg/day എന്നുള്ള പ്രസ്താവന ക്ലെയിം ശരിയാണെന്നുള്ള കാര്യം മനസ്സിലാക്കി. ഇങ്ങനെയാണ് ടി ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ട് പ്രോബ്ലം ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? ഇനി അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. ഓക്കെ മക്കളെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. എ കമ്പനി ക്ലെയിംസ് ദാറ്റ്, ഇത് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനാണ്. കഴിഞ്ഞ തൊട്ട് മുമ്പത്തെ BARC യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. എ കമ്പനി ക്ലെയിംസ് ദാറ്റ് ദ മീൻ ലൈഫ് ഓഫ് ഇറ്റ്സ് ബൾബ്സ് പ്രൊഡ്യൂസ്ഡ് ഈസ് 1600 hours. അപ്പോൾ ഇവിടെ എന്താണ് തന്നിരിക്കുന്നത്? ഇത് പോപ്പുലേഷൻ മീനാണ് തന്നിരിക്കുന്നത്. അതായത് μ0 ഈസ് ഈക്വൽ ടു 1600. ഓക്കെ ആണല്ലോ? ഇനി അടുത്തത്, എ റാൻഡം സാമ്പിൾ ഓഫ് 100 ബൾബ്സ്. റാൻഡം സാമ്പിൾസ് എന്ന് പറയുമ്പോൾ സാമ്പിൾ സൈസ് കിട്ടി 100. ഗേവ് എ മീൻ ലൈഫ് 1750 hours. ദാറ്റ് X bar ഈസ് ഈക്വൽ ടു 1570. ഇനി അടുത്തത്, വിത്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 120 hours. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ എന്ന് പറയുന്നത് എത്രയാണ്? 120 hours ആണ്. ഇനി ടെസ്റ്റ് ദ ക്ലെയിം അറ്റ് ഫസ്റ്റ് ഓപ്ഷൻ 5% ലെവൽ സിഗ്നിഫിക്കൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്തു തുടങ്ങാം. സൊല്യൂഷൻ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നൾ ഹൈപ്പോത്തസിസ് എഴുതണം അല്ലേ? നൾ ഹൈപ്പോത്തസിസ് സൊല്യൂഷൻ ഇവിടെയാണ് കേട്ടോ വരേണ്ടത്. ഇവിടെ തൊട്ട് നമ്മൾ സൊല്യൂഷൻ ചെയ്തു തുടങ്ങി. ഓക്കെ, നൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് എന്താണ്? H0 μ ഈക്വൽ ടു μ0, അതായത് 1600. അതായത് നോക്കിക്കേ, നമുക്ക് എന്താണ് വേണ്ടത്? എ കമ്പനി ക്ലെയിംസ് ദാറ്റ് ദ മീൻ ലൈഫ് ഓഫ് ബൾബ് ഈസ് പ്രൊഡ്യൂസസ് 1600 hours. അതാണ് നമ്മുടെ ക്ലെയിം ആയിട്ട് എടുക്കേണ്ടത്. ക്വസ്റ്റ്യനിൽ പറയുന്നത് വേണം നമുക്ക് നമ്മുടെ നൾ ഹൈപ്പോത്തസിസ് ആയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ക്ലെയിം ചെയ്യേണ്ട സാധനമായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ രണ്ടാമത്തത് എന്തായിരിക്കും മക്കളെ? അതിൻ്റെ ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസ്. അതെന്തായിരിക്കും? സിമ്പിളായിട്ട് ഇതാ, μ ഈക്വൽ ടു 1600 എന്നല്ലേ? അപ്പം μ0 ഈക്വൽ ടു 1600. ഇത് എന്ത് ടൈലാണ്? μ0 ഈക്വൽ എന്ന് പറയുമ്പോൾ എന്താണ്? 2 ടൈലാണെന്നുള്ള കാര്യം ഒന്ന് മെൻഷൻ ചെയ്തു. ഇനി മൂന്നാമത്തെ കാര്യം, നമുക്ക് n ഈക്വൽ ടു എന്താണ്? 100 ആണ്. അത് ഗ്രേറ്റർ ദാൻ 30 അല്ലേ? ദെയർഫോർ ഇറ്റ് ഈസ് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് എന്നുള്ള കാര്യം വ്യക്തമായി. ഇനി എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെയാണെങ്കിൽ Z കണ്ടുപിടിക്കണം. Z ഈക്വൽ ടു എന്തായിരിക്കും? X bar മൈനസ് μ ഡിവൈഡഡ് ബൈ സിഗ്മയാണ്. ഇവിടെ സിഗ്മ തന്നിട്ടുണ്ടോ? സിഗ്മ അല്ല കേട്ടോ, സ്റ്റാൻഡേർഡ് എററാണ്. അപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റാൻഡേർഡ് എറർ കണ്ടുപിടിക്കാൻ ഫോർമുല ഉണ്ടോ? ഉണ്ട്. ഇവിടെ സിഗ്മ തന്നിട്ടുണ്ടോ? സിഗ്മ തന്നിട്ടില്ല. പക്ഷേ സിഗ്മ തന്നിട്ടില്ല. സ്റ്റാൻഡേർഡ് എറർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? S ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് n ആണ് അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു S എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര തന്നിട്ടുണ്ട്? 120 എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. സ്ക്വയർ റൂട്ട് ഓഫ് n എന്ന് സ്ക്വയർ റൂട്ട് ഓഫ് 100 വിച്ച് ഈസ് ഈക്വൽ ടു 120/10 വരും. 0 ക്യാൻസൽ ആയി പോയിട്ട് 12 എന്ന് വരും. ഇതാ നോക്കിയ മക്കളെ, ഇവിടെ നോക്കൂ, സിഗ്മ എന്നാണല്ലോ ഞാൻ എഴുതിയത്, അതൊരു മിസ്റ്റേക്ക് വന്നതാണ്. എസ് ആണ് സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനിൽ തന്നിരിക്കുന്നത്. അപ്പോൾ എസ് ആണ് 120 വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ Z ഈസ് ഈക്വൽ ടു 1570 ആണ് X ബാർ എന്ന് പറയുന്നത്. 1600 ആണ് എന്തെന്ന് പറയുന്നത്? μ എന്ന് പറയുന്നത്. μ0. ഓക്കെ, ഇനി സ്റ്റാൻഡേർഡ് എറർ എന്ന് പറഞ്ഞാൽ എന്താണ്? 12 വരും. വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് ആൻസർ ചെയ്യുമ്പോൾ -2.5 എന്ന് കിട്ടും. ഇവിടെ നിന്ന് തന്നെ ഒരു കാര്യം അപ്പം തന്നെ എഴുതിക്കോണം. എന്താണ് എഴുതേണ്ടത്? ഇതാ നോക്കൂ, കാൽക്കുലേറ്റഡ് വാല്യൂ ഞാൻ വേറെ കളറിൽ എഴുതുന്നത്
കാൽക്കുലേറ്റഡ് വാല്യൂവിൽ നെഗറ്റീവ് ഇല്ല 2.5 ആണെന്ന് മാത്രം അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, കാൽക്കുലേറ്റഡ് വാല്യൂ ഈസ് ഈക്വൽ ടു 2.5 എന്നുള്ള കാര്യം അവിടെ മെൻഷൻ ചെയ്ത് വെച്ചു. ഇനി എന്ത് ചെയ്യണം? ഇനി നാലാമത്തെ കാര്യം ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? ആദ്യം നമ്മൾ പറഞ്ഞാൽ 5% എന്നല്ലേ. 5% 2 tail എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗ്രാഫ് ഏകദേശം എന്താ ഇങ്ങനെ വരും. നമ്മൾ ഇത് എഴുതി കണ്ടുപിടിക്കാനൊന്നും പോകണ്ട. അപ്പോൾ ഇവിടെ എന്ത് വരും? ഇസഡ് ആൽഫ ബൈ 2 ഇവിടെ മൈനസ് ഇസഡ് ആൽഫ ബൈ 2 വരും. അപ്പോൾ 5% വരുമ്പോൾ 5% സിഗ്നിഫിക്കൻ ലെവൽ വരുമ്പോൾ ഇസഡ് ആൽഫ ബൈ 2ൻ്റെ വാല്യൂ ടേബിളിൽ നിന്ന് നമുക്ക് ടേബിൾ വാല്യൂ അറിയാം. എന്താണ്? 1.96 ആണെന്നുള്ള കാര്യം വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. അതങ്ങ് ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചു വെച്ചിരിക്കുക. അപ്പോൾ നമ്മുടെ ടേബിൾ വാല്യൂ എന്ത് തന്നെയാണ്? ടേബിൾ വാല്യൂ എന്ന് പറയുന്നത് ടേബിൾ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 1.96 തന്നെയായിരിക്കും. ഇനി നിങ്ങൾ നോക്കിക്കേ, കാൽക്കുലേറ്റഡ് വാല്യൂ ആയിട്ടുള്ള 2.5ഉം ടേബിൾ വാല്യൂള്ള 1.96 ഞാൻ എഴുതി. 2.5 ഈസ് ഗ്രേറ്റർ ദാൻ 1.96 അല്ലേ? അതായത് കാൽക്കുലേറ്റഡ് വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ ടേബിൾ വാല്യൂ. കാൽക്കുലേറ്റഡ് വാല്യൂ ടേബിൾ വാല്യൂവിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ നിൽക്കുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? റിജക്റ്റ് H0. ഓക്കെ, ഇനി ഇവിടെ ഒരു കാര്യം പറയട്ടെ മക്കളെ, 8 മാർക്ക് മേടിക്കാനുള്ള ഒരു ഷോർട്ട് കട്ടാണ്. നമുക്ക് ഈ 5% ലെവലും കണ്ടുപിടിക്കണം, 1% കണ്ടുപിടിക്കണം. ഇനി നമുക്ക് 5% ഇവിടം വരെ സ്റ്റെപ്പ് എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇനി അടുത്ത ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. അപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾ എഴുതിയാൽ മതി. ഇനി വെൻ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഈസ് ഈക്വൽ ടു 1%. 1% ആകുമ്പോൾ എങ്ങനെ വരും? ഈ ഗ്രാഫ് എന്നുള്ളത് ഇങ്ങനെ തന്നെ വരും. സ്റ്റിൽ 2 tail തന്നെയാണ്. ഓക്കെ, 2 tail തന്നെയാണെന്നുള്ള കാര്യം. 1% വരുമ്പോൾ ഇസഡ് ആൽഫ ബൈ 2 എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഓർക്കണം? 2.575 ആയിട്ടാണ് നമ്മൾ എടുത്തത് അല്ലേ? ഓക്കെ, ഞാൻ നിങ്ങൾക്ക് എഴുതി തന്നിരിക്കുന്നത് 2.575 എന്നല്ല, 2.58 എന്നാണ്. രണ്ടും അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആയതുകൊണ്ട് ഏതെടുത്താലും കുഴപ്പമില്ല. ഓക്കെ, അപ്പം ടേബിൾ വാല്യൂ നമുക്ക് കിട്ടിയില്ലേ? ഇവിടെ ഒറ്റ വ്യത്യാസമല്ലേ ഉള്ളൂ. ടേബിൾ വാല്യൂ ഈസ് ഈക്വൽ ടു 2.58 എന്ന് എടുക്കാം തൽക്കാലം, അല്ലെങ്കിൽ ഏതെടുത്താലും കുഴപ്പമില്ല കേട്ടോ. നമുക്ക് കാൽക്കുലേറ്റർ വാല്യൂ എല്ലാം തൊട്ട് മുമ്പേ കണ്ടുപിടിച്ച പോലെ തന്നെ എന്താണ് അത് 2.5 തന്നെയാണ്. അവിടെ വരെ എല്ലാ കാര്യങ്ങളും സെയിം ആണ്. അപ്പോൾ ഇവിടെ നോക്കുക മക്കളെ, 2.5 2.58 2.5 ഈസ് ലെസ് ദാൻ 2.58. കണ്ടോ, ട്വിസ്റ്റ് മാറി. കാര്യങ്ങളെല്ലാം സെയിം ആണെങ്കിലും ഇവിടെ വാല്യൂ മാറിയ അനുസരിച്ച് ട്വിസ്റ്റ് വന്നു അല്ലേ? കാൽക്കുലേറ്റഡ് വാല്യൂ ഇപ്പോൾ എങ്ങനെയാണ്? ലെസ് ദാൻ ടേബിൾ വാല്യൂ ആണ്. എപ്പോൾ 1% സിഗ്നിഫിക്കൻസ് ലെവൽ വരുമ്പോൾ കാൽക്കുലേറ്റഡ് വാല്യൂ ഈസ് ലെസ് ദാൻ ടേബിൾ വാല്യൂ. ദെയർഫോർ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം? ആക്സെപ്റ്റ് H0. ഓക്കെ ആണല്ലോ? ഇത്രയും ഉള്ളൂ ഈ മൊഡ്യൂളിലെ ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം എന്ന് പറയുന്ന സാധനങ്ങൾ. ഓക്കെ.